അത് മോൻ്റെ ആദ്യത്തെ നോമ്പാണ്. എങ്ങനെയുണ്ട്? ക്ഷീണുണ്ടാ? ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പത്തിരിയും ഇറച്ചിക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എണിച്ച് വരുമ്പോഴേക്കും കറികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ടത് സ്നാക്സിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇന്ന് മോനോട് എന്ത് സ്നാക്സ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ കട്ട്ലേറ്റും സമൂസയൊക്കെ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അവരുടെ ഫേവറേറ്റാണ്, അതുകൊണ്ട് അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ചിക്കൻ മസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി, അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈവനിങ് ടൈമിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് എല്ലാം ഈസി ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അത് ചെയ്യാനൊന്നും പറ്റിയില്ല. നനച്ചുളിയും എക്സാമും എല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോൻ്റെ ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് ശരിക്കും അവനിക്ക് അത്യാവശ്യം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ടൈമായോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ല, കുറച്ച് നേരം കൂടി പിടിച്ച് നിൽക്ക് പറഞ്ഞിട്ട് അവൻ അയക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അടുക്കളയിൽ എന്താ പ്രിപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ വന്ന് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കട്ട്ലേറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചപ്പോഴുണ്ട് മോള് വന്നിട്ട് ഞാൻ അതിൻ്റെ ഷേപ്പാക്കി തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനും ടൈം പോകാൻ വേണ്ടിയിട്ട് അവനും വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ കട്ട്ലേറ്റിലുള്ള ഷേപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സമൂസയ്ക്കുള്ള പണിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫില്ലിങ് വെച്ച് കൊടുത്തു, അവരെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഷേപ്പാക്കിയിട്ട് ആണ് വെച്ചിട്ട് പോയത്. ഒരാൾക്ക് പിന്നെ ഇടയിൽ ടയേർഡായി. മോന് കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും എനിക്ക് ടയേർഡാണ് പറഞ്ഞു. പിന്നെ ഉമ്മ ചെയറൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് കുറച്ച് നേരം കൂടി ഷേപ്പാക്കിയിട്ട് പിന്നെ അവൻ വെച്ചിട്ട് പോയി കേട്ടോ. അങ്ങനെ അമ്മ ജ്യൂസിനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുകയാണ്, തിരക്കിലാണ്. പിന്നെ ഞാൻ സമൂസ റെഡിയാക്കുക. പിന്നെ കുറച്ച് കോട്ടിങ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചെയ്യാനറിയില്ല, അപ്പോൾ അതും കൂടി ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മോളൊക്കെ വലുതായത് കൊണ്ട് തന്നെ അവളും ചെയ്ത് തരാൻ അവൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അത് കാരണം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങളുടെ പൊരിക്കണമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം സ്നാക്സ് എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൈപ്പത്തിരി ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് സ്നാക്സിന് അങ്ങനെ എല്ലാതും വെച്ചു കേട്ടോ. പിന്നെ നോമ്പ് തുറക്കാനായി സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറന്നു. പിന്നെ ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് മോന് വെള്ളം കുടിച്ചതും തന്നെ ഒരു എന്താ പറയുക, ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവന് കുറച്ച് നേരം കടന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ സ്നാക്സൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ ഒരു ക്ഷീണം കണ്ടിട്ട് ചോദിച്ചു, നാളെയും നോമ്പെടുക്കേണ്ടത് ചോദിച്ചപ്പോൾ നാളെയും നോമ്പെടുക്കേണ്ടതെന്ന് പറഞ്ഞു. മാഷാ അല്ലാ. അങ്ങനെ ഞങ്ങളുടെ നോമ്പ് തുറക്കലൊക്കെ അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.